എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ലാസ്റ്റ് ഡേ കുട്ടികൾ എക്സാമിന് പോയ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഇവിടെ വിൻ്റർ ബ്രേക്ക് ഒക്കെ സ്റ്റാർട്ടായി. ജനുവരി 15 വരേക്കും ഇവിടെ വിൻ്റർ ബ്രേക്ക് ആണ് കേട്ടോ. അന്നത്തെ ദിവസത്തെ ഇതേപോലെ ഭയങ്കര മഞ്ഞായിരുന്നു, നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം രാവിലെ 8 ഡിഗ്രിയൊക്കെയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ട് ഞാൻ മേളിൽ വെച്ചിടാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പം 10:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ 10:30 ആയിട്ടും ദേ കണ്ടോ വെളിയിൽ അതേ അവസ്ഥ, രാവിലെ കണ്ട അതേ അവസ്ഥ തന്നെയാണ്, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതിന് കേട്ടോ. അപ്പം ആരോ ഒരാൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാനഡയിലൊക്കെ നല്ല തണുപ്പാണല്ലോ എന്ന്. കറക്റ്റ് ആണ് കേട്ടോ അവർ ചോദിച്ചത്. കാനഡയൊക്കെ ആയാലും നല്ല തണുപ്പാണ്, പക്ഷെ അവിടെ ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്കിവിടെ ഒരു ഫെസിലിറ്റീസും ഇല്ല കേട്ടോ. അപ്പൊ അവിടെ ആണെങ്കിൽ റൂമിൻ്റെ അകത്ത് റൂം ഹീറ്റർ ആയാലും, ഓഫീസിലാണെങ്കിലും അവർ ട്രാവൽ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്കിവിടെ വെളിയിലുള്ള അതേ തണുപ്പ് തന്നെയാണ് കേട്ടോ റൂമിൻ്റെ അകത്തും ഉള്ളത്. പിന്നെ റൂമിനകത്ത് നമ്മൾ ടാപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ 8 ഡിഗ്രിയിലുള്ള വെള്ളമാണ് നമ്മുടെ കയ്യിലേക്ക് വീഴുന്നത്. നമ്മളിങ്ങനെ ഒന്നുകിൽ പച്ചക്കറി കഴുകാനും അല്ലെങ്കിൽ പാത്രം കഴുകാനും എപ്പോഴൊക്കെ ഇങ്ങനെ ടാപ്പ് തുറക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് വെള്ളം ഇങ്ങനെ കയ്യിലേക്ക് വീണിട്ട് ഒന്നും അറിയാനുണ്ടാവില്ല. ചില സമയത്ത് ഇങ്ങനെ മരവിച്ചിരിക്കും, ഇങ്ങനെ എല്ലൊക്കെ ഇങ്ങനെ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ വേദന എടുക്കും. ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ. ഉച്ചയ്ക്ക് ഒരിച്ചിരി വെയിലൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ കഴുകിയിട്ടിരിക്കുന്ന തുണിയൊക്കെ അങ്ങ് ഉണങ്ങും കേട്ടോ. അത് മെഷീനിൽ കഴുകിയിടുന്നത് കൊണ്ടാണ് കേട്ടോ ഉണങ്ങുന്നത്. അതല്ലാതെ നമ്മൾ കൈ വെച്ചാണ് തുണി കഴുകുന്നതെങ്കിൽ അതങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും ഉണങ്ങി കിട്ടൂല. പിന്നെ ഈ വരുന്ന വെയിൽ നമുക്ക് വെളിയിൽ ഇറങ്ങി നിന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. റൂമിനകത്ത് അപ്പോഴും നല്ല തണുപ്പ് തന്നെയാണ് കേട്ടോ. ഇപ്പം ഇതൊക്കെ നമുക്കൊരു ശീലമായി. ആദ്യം വന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇവിടെ എങ്ങനെ 2-3 വർഷം ജീവിക്കും എന്നൊക്കെ. ഇപ്പം അതൊക്കെ ഒരു ശീലമായിട്ടോ. ഇപ്പം എല്ലാം നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്, ലൈഫിൻ്റെ ഓരോ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ തുണിവിരിപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റിയിട്ട് ആ ബെഞ്ചങ്ങ് ക്ലീൻ ചെയ്ത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സ്ഥലമൊക്കെ കിട്ടുള്ളൂ. അപ്പം അതെന്താണെന്നറിയോ? ഞാൻ ആദ്യമേ ഒരു ഉള്ളി വെച്ചിട്ട് ഒരു പക്കോട ഉണ്ടാക്കാൻ കേട്ടോ. ഇത് എന്തിനാണെന്നറിയാമോ? ഞാൻ ബാക്കി പറഞ്ഞു തരാം കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ദേ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് ഒരു ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കായത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മൾ സാധാരണ ഉള്ളി പക്കോട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതെല്ലാം കൂടി കുറച്ച് കടലമാവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് പക്കോടയാക്കി എടുക്കുക. കുഴച്ച് എണ്ണയ്ക്കകത്ത് ഇതേപോലെ പൊരിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതെന്താണെന്നറിയോ? ഒരു മോരേറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലെ മോരേറി അല്ല, നമ്മുടെ നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. പൊതുവെ നമ്മളൊക്കെ വിചാരിക്കുന്നത് തേങ്ങ അരയ്ക്കാണ്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ കറികൾക്കൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് കേട്ടോ. പക്ഷെ അത് വെറും നമ്മുടെ പൊട്ടത്തരമാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ റെസിപ്പികൾക്കൊന്നും അവർ തേങ്ങയൊന്നും അരയ്ക്കാതാണ് കറി വെക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ കറികൾക്കൊക്കെ. അപ്പം ഇതേപോലെ പക്കോട ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഇതിന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്കകത്തിടാൻ ലാസ്റ്റ് കുറച്ചേ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ കുട്ടികളായാലും നമ്മളായാലും നമ്മൾ കഴിച്ചു പോകും. അതാണ് കേട്ടോ പക്കോട. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്കകത്തിടാനും കൂടിയുള്ള പക്കോട നമുക്ക് കിട്ടും. ഇനി അടുത്തത് നമുക്കിനി ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ബേസനാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതിന് ഒരു അരക്കപ്പ് ബേസൻ എടുക്കണം. എന്നിട്ട് അതിന് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് തൈര് മതി കേട്ടോ. അപ്പം എനിക്ക് കാണാം ഇവിടെ തണുപ്പായതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന തൈരാണ് കേട്ടോ. അതിന് പുളിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തത്. എന്നിട്ട് ബേസനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ, കട്ടയൊന്നും കെട്ടാണ്ട്. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടി ഒഴിച്ചിട്ട് അതും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. തൈരിനും കട്ടയൊന്നും കെട്ടാൻ പാടില്ല, അതുകൊണ്ട് അതും നന്നായിട്ട് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചിരിക്കുന്ന തൈരും ബേസനും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ. അപ്പം കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ 1/2 കപ്പ് ബേസനും 1 കപ്പ് തൈരുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണെങ്കിൽ നമുക്കൊരു 3 കപ്പ് വെള്ളം വരെയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അതായത് കുറച്ച് ലൂസ് ആവണം, അത്രയേ ഉള്ളൂ. നല്ല ലൂസായിട്ടിരിക്കുമ്പോഴാണ് അത് നമ്മൾ കാച്ചെടുക്കുന്ന സമയത്ത് അത് കുറുകും, ബേസൺ ആയതുകൊണ്ട്. അപ്പം അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ.
അങ്ങനെ കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ ബാറ്റർ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ല ഒരു ലൂസ് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. നമുക്ക് വേണ്ടത് തിക്ക് പേസ്റ്റ് അല്ല, നല്ല ലൂസ് ആയിട്ടുള്ള പേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ പക്കോട ഉണ്ടാക്കി വെച്ചു, നമ്മുടെ മിക്സിംഗ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കടുക് വറുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പക്കോട ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി കുറച്ച് കടുക്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഉലുവ ഇനിയിപ്പോൾ അങ്ങനെ കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഉലുവാപ്പൊടി ലാസ്റ്റ് ഇട്ടാലും മതി കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഉണക്കമുളക്. ഇതിനകത്ത് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ പക്കോടയ്ക്കകത്ത് ഇച്ചിരി പച്ചമുളക് കൂടിപ്പോയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാഞ്ഞത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കടുക് വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ബേസിനടിക്ക് അടിഞ്ഞു കിടക്കും. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇളക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാറ്റർ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം തൈരൊക്കെ ആയതുകൊണ്ട് തിളയ്ക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നമുക്ക് ആ ബാറ്റർ ഒന്ന് കുറുകിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പം ആ ബേസനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് പക്കോട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനിവിടെ കടി പക്കോട എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇതുവരെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ലാസ്റ്റ് ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് തൈര് ആയതുകൊണ്ടാണ് കേട്ടോ, പൊട്ടിപ്പോകാതിരിക്കാനാണ് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കടുവറുക്കലും കൂടി ഉണ്ട് കേട്ടോ. പക്കോട ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1 സ്പൂൺ എണ്ണ, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി, കടുക് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഈ പ്രോസസ്സ് ആദ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇട്ടൊന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക കേട്ടോ. കുറച്ച് എരിവ് ഇങ്ങനെ കയറി നിൽക്കണം, അപ്പോഴാണ് കേട്ടോ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അതെ, നമ്മുടെ നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടുള്ള കടി പക്കോട റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ആദ്യമേ ആ പക്കോട ഉണ്ടാക്കുന്നത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും കടി എന്ന് പറയട്ടോ അതിനിവിടെ. അതും നല്ല ടേസ്റ്റാണ്. പക്കോട ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന് മാത്രമാണ് നമുക്ക് ഇച്ചിരി സമയം എടുക്കുന്നത്. ബാക്കി ചെയ്തിട്ടുണ്ടെങ്കിലും എളുപ്പമായിട്ട് കിട്ടും കേട്ടോ. ഇതിന് അല്ലെങ്കിൽ അതിന് കടി എന്ന് പറയും. ഇതിപ്പോൾ പക്കോടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കടി പക്കോട എന്ന് പറയും. അതേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ ഇന്ന് ഞാൻ മുട്ടയാണ് കേട്ടോ എടുത്തത്. മുട്ടയും മാങ്ങാച്ചാറാണ്. അവർക്ക് മുട്ട മതി എന്ന് പറഞ്ഞതുകൊണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തത്. ഇനിയിപ്പം ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കടി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും കൂടി പറയാം കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.